അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഹയിൽ മിനാ പാർക്കിലാണ്. മിനാ പാർക്ക് അടിപൊളി ഒരു പാർക്കാണ്. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ട് ദോഹയിൽ കുറേ പാർക്കുകൾ വീഡിയോ എടുക്കാനുണ്ട്. പക്ഷേ ഇന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ഒരു എക്സിബിഷൻ അല്ല, ഒട്ടകത്തിന്റെ ഓട്ട മത്സരം. ഇന്ന് ഇവിടെ പരിപാടികളെന്ന് പറഞ്ഞാൽ ഫിഷിന്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിന് ലാസ്റ്റ് ഡേ ആ ഇന്ന്. അന്നേരം അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. കാരണം ഇന്നാണ് ഞാനത് കണ്ടിന് ഇങ്ങനെ ഇത് മറിച്ച് നോക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ഇത് നിന്നോട് പറഞ്ഞത് അല്ല. നമ്മളെ കൂടെ ഒരാളുണ്ട്, നമ്മളോട് ഉള്ളത് നമ്മളെ മിസ്സവ് ഉണ്ട്. മിസ്സവിന് ഞാൻ ഒട്ടകത്തിൻ്റെ ഇത് പറഞ്ഞോളൂ. അത് ഉച്ചക്ക് പറഞ്ഞത് ഒട്ടകത്തിൻ്റെ ഓട്ട മത്സരം പറഞ്ഞത് അത് ഷഹാനിലാണ്. ഒട്ടകത്തിൻ്റെ ഇത് ഈടിയല്ല, പാർക്കിലല്ല. അതെല്ലാം നോക്കി നടക്ക്. അന്നേരം ഞാനും മിസ്സവും കൂടിയിട്ട് ഇന്ന് മിനാ പാർക്കിൽ നമ്മൾ എക്സിബിഷൻ നടക്കുന്നുണ്ട്. എവിടെയാണെന്ന് നടക്കുന്നതെന്ന് അറിയില്ല. അവിടെ പോയി നോക്കട്ടെ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ആടെയാണല്ല 4 മണി മുതലാണ് സ്റ്റാർട്ടിങ്. വാ ക്രോസ് ചെയ്യാം എന്തായാലും. അപ്പോൾ മിനാ പാർക്കിൻ്റെ നല്ല കുറേ പാർക്കിൻ്റെ കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരാനുണ്ട്. അതിപ്പോൾ നമുക്ക് കാണണ്ട. നമുക്ക് ഒട്ടകത്തിൻ്റെ ഇത് അല്ല, ഒട്ടകത്തിൻ്റെ അല്ല, നീ ഇനി മിണ്ടിപ്പോയത്. അതിപ്പോൾ ഞാനും ഒട്ടകമായി. ഈ എക്സിബിഷൻ നടക്കുന്നുണ്ട് മത്സ്യത്തിൻ്റെ എന്തെങ്കിലും ഫിഷിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. മിനാ പാർക്ക് വലിയ പാർക്കാണ്. അതുകൊണ്ട് ഇവരോട് ചോദിച്ചു നോക്കാം നടക്കുന്നത്. അന്നേരം വണ്ടി എടുത്ത് പോകാൻ തോന്നുന്നു അങ്ങോട്ട്. വണ്ടി ആയിട്ടുള്ള നമ്മളുടെ വാ നടക്കാന്നല്ല, നടക്കുമ്പോ ആടാ എക്സിബിഷൻ കഴിയും. പിന്നെ വണ്ടി എടുത്തിട്ട് ഉള്ളിക്കറവാ. അടിപൊളി നല്ല നൗകകളെല്ലാം ഉണ്ട് കേട്ടാ. VIP നൗകകൾ ഒക്കെ എല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലമായത്. അടിപൊളി അടിപൊളി വെള്ളം കേട്ടാ. അപ്പോൾ നമ്മൾ വണ്ടി അങ്ങ് വെച്ച് നടന്ന് ഇങ്ങെത്തിയിട്ടാ. അടിപൊളി. എന്താ മോനെ വണ്ടികൾ, ബോട്ടുകൾ എന്നൊക്കെ. എന്നോട് ചോദിക്കേ ഫിഷ്. അവിടുന്ന് ലൈറ്റിൻ്റെ അവിടെ അങ്ങോട്ടെ. ഓക്കെ. എന്താ കാറ്റ്, ഏതാ സാധനങ്ങൾ മോനെ. നോക്ക്, ഇതിനെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഓരോരാളെ നമ്പറാന്ന് തോന്നുന്നു അവരെ. പിന്നെ അവിടെ എത്തണല്ലോ, ആ ലൈറ്റുള്ളടത്ത്. ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞു ആ ലൈറ്റുള്ളടത്ത് എത്തണം. എല്ലാ എക്സിബിഷൻ എഴുതിയത് മിനാ പാർക്കിൽ നിന്നാണ് ഉള്ളത്. ഇത് മൊത്തം മിനാ പാർക്കാണ്. ഇത് മൊത്തം പാർക്ക്. എടാ ഇതിലുറങ്ങിയാലും നമ്മളെ റൂമിലുറങ്ങിയാലും ഉറങ്ങിക്കഴിഞ്ഞാലില്ലേ എല്ലാം കണക്കാണ്. അതുകൊണ്ട് ഇതിലുറങ്ങാൻ വേണ്ടി ആശിക്കൊന്നും വേണ്ട തന്നെ. ഏത് ആ ബോട്ടിൽ പോകണ്ട, ടിക്കറ്റ് കൊടുക്കണ്ട. നമുക്ക് ഇപ്പം പോകേണ്ടത് നമ്മളെ എക്സിബിഷൻ കാണാനാണ്. ഒട്ടകത്തിൻ്റെ നിൻ്റെ ഒട്ടകം എക്സിബിഷൻ പോലും മിനാ പാർക്കിൽ. ബോട്ടിലാരല്ലോ പോകുന്നുണ്ട്. അവർ പോട്ടെ. നമ്മുടെ ബോക്സ് പാർക്ക് എത്തിയത്. ഇത് ബോക്സ് പാർക്ക്. ഇത് ഞാൻ വീഡിയോ ചെയ്തതിനുണ്ട്. ഇത് കണ്ടെയ്നറിൻ്റെ ഇതിനെ കൊണ്ട് ബോക്സ് പാർക്ക് ഉണ്ടാക്കിയത്. ഇതെല്ലാം നോക്കൂ. പിന്നെ നീ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് ബോക്സ് പാർക്ക് ഇതിന് പേര്. ഇത് കണ്ടെയ്നറിൻ്റെ ഇതിനെ കൊണ്ടാണ് ഫുള്ള് ഉണ്ടാക്കിയിട്ടുള്ളത്. കടയും ഷോപ്പുകൾ തന്നെ, ഷോപ്പുകൾ, കഫ്റ്റീരിയ, അത് ഇത് എന്തെല്ലാം ഉണ്ടാക്കിയത്. അടിപൊളി. ഇതാണ് ബോക്സ് പാർക്ക് കേട്ടാ. അതിന് മുകളിലെല്ലാം കയറാൻ മതി. അതിനെ കണ്ടെയ്നർ പാർക്ക് തന്നെയാന്ന് പറയില്ലേ. കണ്ടെയ്നർ ഒരു ബോക്സാന്നല്ല. ഏത് റൗണ്ട് ബോട്ടിന് അങ്ങോട്ടാവുന്നുണ്ട്. ഇതിലൂട്ട വഴിയുണ്ടെന്ന് തോന്നുന്നു. എന്താ കാട്ടുവാ, ഇതിലൂട്ട് പോവാ. കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ലിഫ്റ്റ്. ഇവിടെ അല്ലെ ഹോട്ടലുകളുണ്ട് കേട്ടോ. ആടത്ത് നമുക്ക് തീരില്ല. സമയത്തിനായി 9 മണിക്കാരത്തെ കഴിയുന്നുണ്ട്. 10 മണിക്കകത്തോ അവസാനം ആകുമ്പോൾ ചിലപ്പോൾ മീനെല്ലാം വെറുതെ തരും നമുക്ക്. നോക്കാം.
ഇവിടെ കുറേ ചായൻ്റെ ഷോപ്പുകൾ അത് ഇത് എന്തെല്ലാം ഷോപ്പുകളെല്ലാം ഇട്ടിട്ടാണ്. നമുക്ക് വണ്ടി എടുത്ത് ഇങ്ങ് എത്തേനും. പക്ഷേ വണ്ടി എടുത്ത് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വീഡിയോ എടുത്ത് തരാൻ കഴിയില്ല. ശരിയാ. അവിടെ എഴുതിയിട്ടാ ഫിഷിംഗ് എക്സിബിഷൻ. നോക്കാതെ നമുക്ക് എന്താണ്. ഏത് കപ്പൽ? മറ്റേ കപ്പൽ അത് അവിടെ തന്നെ ഉണ്ട്. അത് പോയി കാണാം നമുക്ക് എക്സിബിഷൻ കഴിഞ്ഞിട്ട്. അതിന് പോവാം. ഇനി ഞാൻ ഇന്നത്തെ കടന്നുറങ്ങണം എന്ന് പറയുക ഒരു ദിവസം. എന്നാ വാ. അപ്പം ഇവിടെയാണ് ഫിഷിംഗ് എക്സിബിഷൻ. അതെ ഫൈൻ. എക്സിബിഷൻ സെൻറ്ററിൽ വന്നിട്ട് ചീറ്റിപ്പോയി. ഓൺലി ഫാമിലി. ഇത് ഫുള്ള് റോങ് ആപ്പാ. ഇത് ശരിയില്ലാത്ത സംഭവമാണ്. ഞാൻ ആരെയും കൂട്ടി ആരെങ്കിലും ഫാമിലി ഉള്ളവരുണ്ടാ വിളിച്ച നീ? അല്ലാണ്ട് ശരിയില്ല. ആരെങ്കിലും വിളിച്ച് എന്തൊക്കെ ചെയ്യണ്ടേ? വീഡിയോ ആണ് കേട്ടോ ഫിഷിങ്ങിൻ്റെ ഇത് ഫുള്ളുള്ളത്. ഫാമിലി മാത്രം പോലും. ഫിഷ് കറി കഴിക്കാനൊന്നും കിട്ടൂലാടാ. വാ നമുക്കൊരു കാഴ്ച. നമ്മളേതായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നടന്ന് വന്ന് കുറേ നമുക്ക് കീഴിലോട്ട് ഇങ്ങനെ പാർക്കിലൂട്ട് നടന്ന് നമുക്ക് കപ്പൽ കണ്ട്. മീൻ പൊള്ളിച്ചൊന്നും ഉണ്ടാവില്ല. മീൻ പൊള്ളിച്ചതല്ല, ഇനി നമുക്ക് എവിടെന്നെങ്കിലും ഹോട്ടലിൽ പോയി കയറിയിട്ട് തിന്നാം. അല്ലാണ്ട് ഇതാണ് കേട്ടോ ഇവിടെയാണ് എക്സിബിഷൻ ഉള്ളത്. എന്തെല്ലാം ഒന്നുമില്ല, മീനിൻ്റെ കുറേ സാധനങ്ങൾ കാണിക്കുന്ന കിറ്റ് ഇതല്ലോ. പക്ഷേങ്കിൽ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ ഫിഷെല്ലാം പിടിച്ചിട്ട് വലിയ കാണിച്ചിന്. അത് രാവിലെ ആകുമ്പോൾ അതെല്ലാം കണ്ടോണ്ടാണ് വന്നത്. ഇനിയിപ്പോൾ ഒന്നും സത്യ കാര്യമില്ല. ഇനി അങ്ങോട്ട് എന്തായാലും കയറ്റി വിടൂല. എടാ ആരെങ്കിലും ഫാമിലി ഉള്ളവരുണ്ടാ? വിളിച്ചാടാ, നീ ഫോൺ വിളിക്കേ. വാ നമുക്ക് ഇതിലൂടെ നടക്കവാ. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂട്ടൊന്ന് റൗണ്ട് അടിക്കല്ലേ. ഏതായാലും ഇത്ര നടന്ന്. പക്ഷേങ്കിൽ നമുക്ക് വിറ്റതല്ല. നമ്മളിപ്പോൾ ഏകദേശം 3 സെക്യൂരിറ്റിനോട് ചോദിച്ചു നമ്മൾ. എക്സിബിഷൻ സെൻറ്റർ അവർക്ക് തന്നെ ഫസ്റ്റ് പറഞ്ഞതാ പോലെ ഓൺലി ഫാമിലി അല്ലേ. അവിടത്തെ പോയിട്ട് ശശിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇനി ഏതായാലും ഞാനും സത്യമായിട്ട് ആ കപ്പൽ കണ്ടിട്ടില്ല. കപ്പൽ കുറേ കാലമായി. കപ്പൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ കുറേ കപ്പൽ വന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏതായാലും നമുക്കൊരു കപ്പൽ വേണം. അപ്പം നമ്മൾ നടന്ന് ഇങ്ങെത്തിയട്ടാ. ഈരുട്ടിയൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇതെല്ലാം കുറേ ഷോപ്പുകൾ ഇടിയാ. വെറുതെ പറയല്ല നീ. അടിപൊളി സ്ഥലം കേട്ടാ. അത് മൂഞ്ചി ഈടിയും ഫാമിലി ആയിട്ട് അങ്ങോട്ട് എൻട്രി എക്സിറ്റ് ഇല്ല. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ആടെ ഒരു പർദ്ദ വാങ്ങിച്ചിട്ട് നിന്നെ ഇടിപ്പിക്കട്ടെ. അതേ നടക്കും. വാ എടാ ഇതിലൂട്ട് പോണോടാ. നമ്മളിപ്പോൾ ബോട്ട് കാണാൻ പോകാൻ വിചാരിച്ചതാ. അതും നടക്കുന്നില്ലടാ. അല്ല ബോട്ടല്ല, കപ്പൽ. എനിക്ക് ഇത് കാണിച്ചിട്ടുണ്ടല്ലോ. അടിപൊളി ഒരു കപ്പലുണ്ട് കേട്ടോ. അടാ നോക്കിയാ അപ്പുറത്ത് പോയി കൂടെ പോകാൻ കഴിയാൻ നോക്കാം നമുക്ക്. ടൈറ്റാനിക് അല്ലാന്ന് തോന്നുന്നു, അതിൻ്റെ കുറച്ച് ചെറുതാ. നീ വായി മിണ്ടാടുത്തോ. അടിപൊളി ഒരു കപ്പലുണ്ട്. ഇത് ഫുള്ള് ഫിഷിങ്ങിൻ്റെ സാധനങ്ങൾ ഏരിയ എന്നിട്ട് നോക്കിയാൽ ഫുള്ള് ഫിഷിങ്ങിൻ്റെ സാധനങ്ങൾ. വാ അങ്ങോട്ട് പോവാം നമുക്ക്. അതൊന്നും പാർട്ടി കാര്യമില്ല. നമുക്കിനി അങ്ങോട്ട് അതിലൂടെ പോകാൻ പറ്റുമോ നോക്കാം നടന്നിട്ട്. അന്നേരം നമുക്ക് അതെല്ലാം ചെയ്യാം. യമഹ ബോട്ടിൻ്റെ അടിപൊളി ഫിഷിങ്ങിൻ്റെ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറി നോക്കണം. അങ്ങനെ 2 ഫിഷിങ് എന്തായാലും ഒരു ദിവസം അവിടെ പോയിട്ട് അയക്കൂറ പിടിക്കണം എനിക്ക് ഉറപ്പാ. അതിലൂടെ കയറി നോക്കാം നമുക്ക്. ഇവിടെ എല്ലാ സാധനം ഇതാ ഓൺലി 12 റുപ്യ. ഇത് മീൻ പിടിക്കുന്ന സാധനമാണ്. ചൂണ്ടിയിടുന്ന സാധനം. ചൂണ്ടിയിടും മണ്ണിര. ഓനോട് ചോദിച്ചാൽ കിങ് ഫിഷ് പിടിക്കുന്ന സാധനം ഇവനെ എന്നാ മലയാളം അലൈഹിസ്സലാം. കിങ് ഫിഷ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സാധനം ഏതാണ് പിടിക്കുക? ഞാൻ ഡെസേർട്ട് അപ്പുറം മറ്റേ ഇൻലാൻഡിൽ പോയിട്ട് ജിഗ് വേണം അങ്ങനത്തെ മാട്ടും. ഏത് നല്ലത്? ഇത്
നല്ല വന്നടിക്കണം അങ്ങനത്തെ അടിക്കണം. വേറെ മറ്റേ വേറെ ഒന്ന് ആടി ഉണ്ടാകുന്നില്ലേ? എന്നാണ് ശരിയാ എന്നാണ് മീൻ വേറൊരു മീനില്ലേ? ടൈഗറാ? ആ ഒരു കൊയല പോലത്തെ വലിയ മീനില്ലേ? ആ മീൻ എല്ലാം അടിക്കുന്ന അടിക്കും. ഇത് രണ്ടും ഇട്ട് നോക്കാം. ഇവിടെ എന്തെല്ലാം സാധനം ഉണ്ട് കേട്ടാ. എല്ലാം എടാ ഏതാടാ സാധനം നോക്കിയാ. ഇത് മീനിൻ്റെ അത്ര ഉണ്ടല്ലോ. അത് നിന്ന് അത് മറ്റേ സ്രാവിനെ പിടിക്കാനുള്ളത്. ഇത് ലോക്കിടാൻ വേണ്ടി. ലോക്കട് ഇതാടാ വലിയ ഇത്. എത്ര പൈസ? നമ്മളൊരു ഇതും കൂടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഉറപ്പാണ് എക്സ്പ്ലോറിനെ പിടിക്കാനാണ് എൻ്റെ ലക്ഷ്യം നേടുക എന്നുള്ളതാണ്. ഇതെല്ലാം ഇല്ല ഇങ്ങനത്തെ സാധനം കാണിച്ചു കൊടുക്കണം. നമുക്ക് ഇതിനൊന്നും പേരറിയില്ല. അങ്ങനെയല്ല പഠിക്കല്. அதுக்கு பேர் அதுக்கு കിടക്കടാ. ഇല്ലല്ല പഠിച്ചേർത്ത് അങ്ങനെയാണോ? എല്ലാം നമ്മൾ പഠിക്കും. സൂട്ട് വേണമാ? സൂട്ടൊന്നും വേണം. അതെല്ലാം ഇട്ട് ഇത് നോക്കിയാ ഇതിൻ്റെ സാധനങ്ങൾ നോക്കിയാ ഇത് ഒരു രക്ഷയില്ല. എന്തെല്ലാം മീൻ പിടിക്കുന്ന ഐറ്റംസ് നോക്കിയാ. ഇത് വന്ന് ഇതിൻ്റെ തിളക്കം കണ്ടിട്ട് മീൻ വന്നിട്ട് അടിക്കുക ചെയ്യാ. പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. നാട്ടിൽ നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നില്ലേ? ചെറുത് ഇതാ ചെമ്മീൻ പോലത്തെ ഇതാ. ചെമ്മീനല്ല ഇതാ. എല്ലാനും 48 റുപ്യ. അല്ലോ വേണ്ട, നമുക്ക് മീൻ വാങ്ങിക്കാം. ഇതേതാ ചെറുതിതാടാ ചെമ്മീൻ പോലത്തെല്ലോ. ഇതുണ്ടാകുമ്പോൾ നമുക്ക് ഇത് വേണ്ട ഇര വേണ്ട. ഇതെന്നാ സാധനം? ഇവിടെ മീൻ പിടിക്കുന്ന ആൾ ജാക്കറ്റാ. ഇതെന്നാ സാധനം? അടിപൊളിയാട്ടാ. എല്ലാവരും എന്തല്ലോ ഇത് ഇട്ട് കഴിഞ്ഞാലേ ഞാൻ ബാക്കിയുള്ളവരെല്ലാം പോകും. ഇവൻ വലിയ ഫിഷ് പിടിക്കുന്ന ആളാന്ന് പറഞ്ഞത്. ഇതെന്താണ് ഡ്രസ്സിനുള്ള പൈസ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിത് വയ്യിടാം. ഒരു കിങ് ഫിഷ് കിട്ടിയിട്ടാകുമ്പോൾ ഈ സാധനം വാങ്ങിച്ചിട്ട് ടീഷർട്ട് വാങ്ങിച്ചിടാം. അല്ലാണ്ട് അതിന് മുമ്പ് ഇടാം. അരി ഇടാൻ വേണ്ടി എല്ലാം ഇതിടാൻ വേണ്ടി ഓരോന്ന് ഐറ്റംസ് ഓരോരോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടൊക്കെ. അങ്ങനെയാണ് ബോക്സ്. ഇതെന്നാ സാധനം? ഇത് നമുക്ക് വാങ്ങിക്കണം. നമ്മളെ നാട്ടില് മുണ്ടിട്ട് പിടിക്കുന്ന മീനെ ഇങ്ങനെയൊക്കെ പിടിക്കണം. മുണ്ടിട്ട് പിടിക്കുന്നത് നല്ലതാ. ഇതെല്ലാം ഇടണം ശരിക്കും. ഇതെല്ലാം ഇടണം. ഇത് തണുപ്പിന് പോയിട്ട് ഇടണേ. എടാ ഇത് നോക്കിയാടാ വലിയ കണ്ണി. തിമിങ്കലൊന്നുമല്ല. അതെയാ മദ്രാസിയാ? എൻ്റെ മോൻ എത്ര വലിയ കണ്ണി. ലോങ് ലൈൻ നോക്കി 1 കിലോമീറ്റർ ഇട്ടിട്ട് പിടിക്കാല്ലേ? അതെല്ലാം വലിയ ആൾ. നമ്മളേതായാലും പിടിച്ച് തുടങ്ങിയിട്ട് നമുക്കതെല്ലാം പിടിക്കാം. ഇതേതാ ചൂണ്ട ഹൂക്ക് ഇതാ ഇഷ്ടം പോലെ. ഇതെല്ലാം ഹൂക്ക് നോക്കിയേ ഏതാ സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടാ. ഇത് നോക്കിയേ ഡബിളാ. ഇതെന്നാ ഇത് ചെറിയ ഇത് നമുക്ക് അമീറിനെ വിളിക്കാം. കപ്പി വേണ്ട. അത് വേണ്ട. അത് മറ്റേതുണ്ടാകുമ്പോൾ ഇത് വേണ്ട. ഇത് മറ്റേതുണ്ടാകുമ്പോൾ അത് വേണ്ട. സംഭവം സെറ്റാ. ഇവിടെ ഇല്ലാത്തതൊന്നും ഇല്ലാട്ടാ. കുറേ ഐറ്റംസ് ഉണ്ട്. എന്താണ് അതൊന്നും ഇളക്കല്ല. അറബികളെ നോക്ക്. നീ ഒരു കാര്യം ചെയ്യ്. നീ കുറേ വലിയ ഉണ്ടല്ലോ സാധനം എടുത്തിട്ട്. അല്ലല്ലോ ഒരു ട്രോളി തന്നെ എടുത്തോ. എന്നിട്ട് മൊത്തം എടുത്ത് കഴിഞ്ഞ് പിടിച്ചോ. എനിക്ക് വിചാരിച്ചോട്ട് വലിയ ഫിഷിങ്ങിൻ്റെ ആൾക്കാരാണ് വയ്യ. ലാസ്റ്റ് വില്ലാക്കുന്നിടത്ത് പോയിട്ട് അതെല്ലാം വെച്ചിട്ട് ഈ സാധനം എടുത്തിട്ട് പോയിട്ട് ബില്ല് കൊടുക്കാം. അറബിയോട് പിന്നോട് വന്നിട്ട് അഭിപ്രായം ചോദിക്കും ചിലപ്പോൾ. ഇതെങ്ങനെയാണ് പിടിക്കേണ്ടത്, ഈ സാധനം ഇടേണ്ടതെന്നല്ലോ. അതെടുക്കുന്ന നല്ലതാണ്. നീന്തറിയില്ലെങ്കിൽ അതെടുത്തോ, നാട്ടിൽ കൊണ്ട് പോവാം. എടാ ഇത് ബോട്ടാടാ.
പിന്നെ പോട്ട ജോയിൻ്റ് ആക്കുന്ന ബോട്ടാ ഇത്. വണ്ടിയിലെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന തോന്നുന്നതാ ജോയിൻ്റ് ആക്കുന്ന ബോട്ട് കേട്ടാ. എടാ ഇളകി വരുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് ഇവിടെ വെച്ചിട്ട് വേറെ ഒന്ന് എടുക്ക്. അത് ആ സൈഡിൽ നിന്ന് ആടുന്നല്ല എടുത്തിന്. ആടുന്ന എടുത്തിരും അതേപോലത്തെ. അല്ലല്ല ഈടുന്നല്ല എടുത്തിന്. കണ്ണി കണ്ണി ആടുന്ന എടുത്തിരുന്നു. വാ ഇതാ സ്റ്റിക്ക്. ഈ സ്റ്റിക്ക് എൻ്റെ അടുത്തുണ്ട് ഒന്ന് വാങ്ങിച്ചത്. ഈ എന്നെ കൊണ്ട് പറയിക്കണ്ട. 8 പൂൾ കളിക്കുന്ന കൊള്ളി പോലും. ഇതെല്ലാം വലിയ പൈസൻ്റെ സ്റ്റിക്കരും കേട്ടോ. എൻ്റെ അടുത്തുള്ളത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഇതിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കടലിൽ ഇറങ്ങുമ്പോൾ നനയൂല. അത് അങ്ങനത്തെ ഇടേണ്ട സാധനം. എന്നിട്ട് ഇതെല്ലാം അങ്ങനത്തെ കോട്ടാണ്. ഇതിട്ടാൽ ഫുള്ള് നനയുക ചെയ്യില്ല. എത്ര വണ്ടിക്കിലും അര വരെ അങ്ങനെ പോവാം. നല്ലതെടുക്കുക. ഇതിനത്തെ റേറ്റ് 500 റുപ്യ ഇതിന്. ഈ സ്റ്റിക്കിന്, ഈ ചെറിയ സ്റ്റിക്കിന് 500 റുപ്യ. സാധനമായിരിക്കും അത്. ടോർച്ച് വേണം. ടോർച്ച് എൻ്റെ അടുത്തുണ്ട് ഇഷ്ടം പോലെ. അടിപൊളി എല്ലാം എടുത്തുണ്ട് കേട്ടാ. ഇതിനെത്ര റേറ്റാ? ഇത് വലുതാ എന്ന്. ഇതല്ല, ഇത് മറ്റേ കുത്തുന്നയാന്ന്. കുത്തിയിട്ട് വലിക്കുന്ന ഹണ്ടിങ്ങ. ഇത് ഈട ഞെക്കിയിട്ടില്ലേ വിടുക ചെയ്യാ. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നത് ആ സാധനം. കറക്റ്റാ. എത്ര പൈസ? 1400 റിയാൽ. അതിൻ്റെ വലുതാ 1649. നമ്മൾ വരുമ്പോൾ ഒരാൾ കയറിയിട്ടില്ല. നമ്മൾ കയറി കസ്റ്റമറിനെ കൊണ്ടുള്ള ആറാട്ട്. തൽക്കാലം നമുക്ക് ഇതിനെ കൊണ്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. എന്നിട്ടാകുമ്പോൾ പൈസ കൊടുത്തിട്ട് ബാക്കി കാശ് പൈസ കൊടുക്കാൻ മാത്രമേ ഉണ്ടാവും. ഇത് കപ്പൽ, വണ്ടികളിലും കപ്പലിലും എന്തെല്ലാം കപ്പലിൽ ലോക്കിട്ട് പിടിക്കുന്ന തിമീൻ കലത്തിന. കൂടുതൽ പൈസ കൊടുത്ത് കൂടുതൽ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഖത്തർ ഫിഷിൽ നിന്ന് ഇറങ്ങി. ഇവിടെ കുറേ ആൾ വരുന്നുണ്ട്. വാ, അങ്ങനെ അതും വാങ്ങിച്ച്. വണ്ടി അങ്ങോട്ടല്ലേ. ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ. ഇനി അങ്ങോട്ട് കുറേ നടന്നു പോകാനുണ്ട് കേട്ടോ. പാർക്ക്. ഏതായാലും നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാം. വാ. എടാ നമ്മൾ വണ്ടി ആടെയാ ഏടാ ആ ഭാഗത്തുനിന്നല്ല. ഇത് ഈടിയാന്ന് തോന്നുന്നു. വാ. അല്ല, വണ്ടി വെച്ചത് ഇപ്പോൾ ഓർമ്മയില്ലാണ്ടായി. എടാ ആടെയാന്ന് തോന്നുന്നു. ആടെയുണ്ടെന്ന് തോന്നുന്നു വണ്ടി. വാ. അതെ ഈടിയുണ്ട് തോന്നുന്നു. വേമ്പ നടന്ന് പ്രാന്തായി. വണ്ടി ആടെയുണ്ട്. അങ്ങോട്ട് കിടക്കുമ്പോൾ ആവേശം ഉണ്ടാവും. നമ്മളൊരു എക്സിബിഷൻ കാണണമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. ഇതൊന്നും എക്സിബിഷൻ അല്ല, സാറില്ല. നമുക്ക് നമ്മളെ കുറച്ച് കാര്യങ്ങളെല്ലാം നടത്തണേ. അപ്പോൾ നമ്മളങ്ങനെ പാർക്കിൽ നിന്ന് നേരെ നമ്മളെ ബന്ധക്കാറ ഹോട്ടലിലെത്തി. അല്ല എന്തെല്ലാം സുഖമല്ലേ? എന്താണിത്? കുബൂസ്. വാ കൈക്ക്. ഇതെന്താ സാധനം? പൂള്. ഇത് നിങ്ങളെ രാത്രിയത്തെ ഫുഡാ? ഒരു ഇടവേളൊക്കെ ഫുഡല്ലേ? അടിപൊളിയാ. ഷവർമയാണ്. അല്ല, അടിപൊളി ഇതാണ്. എന്നാ ഇതിന് പേര് പറയാ? സൂപ്പ്. അടിപൊളിയാ. വെറൈറ്റി അല്ല, ഇതെല്ലാം വെറൈറ്റിയാണ്. ഇത് മട്ടൻ. ഇത് അടിപൊളിയാ. എന്നാ ഇത് ഫുൾ ഫിനിഷ് ആക്കണതാ കുബൂസ് എടുത്തിട്ട്. എന്നാ സൂപ്പിൽ മുക്കി കഴിക്കത്. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു. നേരെ വിടണം പുറത്തേക്ക്.